الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين أشهد أن لا إله إلا الله وأشهد أن محمدا رسول الله اللهم صل وسلم وبارك عليه. ഞാനൊരു പേജ്, ഖുർആനിലെ പേജ് നിങ്ങൾക്ക് കാണാം, സ്ക്രീനിൽ കാണാം, നോക്കാം. ഒന്നാമത്തെ വരിയിൽ ഉള്ള ഫീലുകളൊന്ന് പറയാൻ പറ്റുമോ? ഒന്നാമത്തെ വരിയിലുള്ള ഫീലുകൾ. ആ, പിന്നെ അത് ഏത് ഫീല വരിക? ലക്കത് എന്നുള്ളത് ഏത് ഫീല വരിക? ഏത് മുതാരി? ഏതിന്റെ മുതാരി? ഏതിന്റെ മുതാരിയാണെങ്കിൽ മുതാറത്തിന്റെ അക്ഷരം വേണ്ടേ? അതിലുണ്ടാവും. മുതാറത്തിന്റെ അക്ഷരം കളയില്ല, യായിനെ കളയില്ല. ലക്കത് എന്ന് പറഞ്ഞാൽ ലാ എന്നുള്ളതൊരു അക്ഷരവും കത് മറ്റൊരു അക്ഷരവുമാണ്. ലാ എന്നതൊരു അക്ഷരം, കത് വേറൊരു അക്ഷരം. തീർച്ചയായും എന്നർത്ഥം, തീർച്ചയായും എന്നൊരർത്ഥം കിട്ടാൻ വേണ്ടിയിട്ടില്ല. പിന്നെന്ന് പറഞ്ഞാൽ രണ്ട് ഫീലുകൾ അടുപ്പിച്ച് ഒരു ബന്ധവും ഇല്ലാതെ വരൂല. രണ്ട് ഫീലുകളെ തൊട്ടടുത്ത് രണ്ട് ഫീലുകൾ വരൂല. അപ്പൊ കാനാന്നുള്ളതൊരു ഫീലാണല്ലോ. പിന്നെ പറയാം, അപ്പൊ കാനാന്നുള്ളൊരു ഫീലാണ് അതിൽ. ഇനി ഒരു ഫീൽ ഉണ്ടോ? വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. തുടങ്ങിയിട്ടുള്ളൂ. ഈ ഒരു പേജില് ഒന്നാമത്തെ വരിയില് നമ്മൾ കാന എന്ന ഒരു ഫീൽ എന്ത് ചെയ്തു പറഞ്ഞു. ഇനി അതിൽ ഫീൽ ഉണ്ടോ? അല്ല, ഈ ഒന്നാമത്തെ പേജിൽ ഒന്നാമത്തെ വരിയിൽ ഇല്ല, ഫീലിൽ. മസ്കനി എന്നുള്ളത് എന്താ? അത് നമ്മൾ ഏതാ? ഇസ്മ സമാൻ, ഇസ്മ മക്കാന്. അതാണ് സക്കന യസ്കുനു, അതിന്റെ മസ്കൻ. മസ്കൻ താമസ സ്ഥലം. സക്കന എന്ന് പറഞ്ഞാൽ അടങ്ങുക, ഒതുങ്ങുക എന്നൊക്കെ അർത്ഥം. അല്ലല്ല, ഇസ്മ നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ, ഫീലുമായി ബന്ധപ്പെട്ട ഇസ്മ. അല്ലല്ല, സക്കന എന്ന ഫീലുമായി ബന്ധപ്പെട്ട ഒരു ഇസ്മാണത്. സക്കന എന്ന് പറഞ്ഞാൽ അടങ്ങുക, ഒതുങ്ങുക എന്നർത്ഥം. അപ്പൊ ഒതുങ്ങി നിൽക്കുന്ന സ്ഥലം, അടങ്ങുന്ന സ്ഥലം, മസ്കൻ താമസ സ്ഥലം. അപ്പൊ നമ്മൾ ഇന്നലെ പറഞ്ഞ ഒരു ഇസ്മാണത്, ഫീലുമായി ബന്ധപ്പെട്ട ഒരു ഇസ്മാണ്. പിന്നെ ഇസ്മ തന്നെയാണ് അല്ലേ. ലി സബഇൻ, സബ എന്ന രാജ്യം, രാജ്യത്തിലെ അവിടെ ഉണ്ട് എന്തുണ്ട്? മസ്ക, അവരുടെ വീട്ടിൽ ആയത്തുൻ, തെളിവുകളുണ്ട്. ജന്നത്താനി, ജന്നത്തുൻ, ജന്നത്താനി, ജന്നാത്തുൻ, സ്വർഗങ്ങൾ എന്നാൽ അങ്ങനെ പറയാം, തോട്ടങ്ങൾ. ജന്നത്തു എന്ന തോട്ടം, ജന്നത്താനി രണ്ട് തോട്ടം, ജന്നാത്തുൻ കുറെ തോട്ടങ്ങൾ. അൻയമീനിൻ വശിമാലിൻ ഒക്കെ ഇസ്മുകളാണ്. ഇതിലാകെ ഒറ്റ ഫീലുള്ളൂ, കാന എന്നുള്ള ഒറ്റ ഫീൽ. ബാക്കിയൊക്കെ ഹർഫുകളും ഇസ്മുകളുമാണ് അതിൽ വന്നിട്ടുള്ളത്. ഇനി നോക്കി അടുത്ത രണ്ടാമത്തെ വരിയില് എന്താ? കുലു എന്നുള്ള എന്താ?
നിങ്ങൾ തിന്നോ. അത് അക്കല യഅ്കുലു, അക്കല യഅ്കുലു, കുൽ, കുൽ എന്നാണ് അതിന്റെ നമ്പർ വരിക. കുൽ കുല കുലു, നിങ്ങൾ ഭക്ഷിക്കുകയും മിർ റിസ്ഖി റബ്ബിക്കും. പിന്നെ വേറണ്ട. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. വഷ്കുർ ഏതാ ഫീല്? ഏതിന്റെ നമ്പർ? ശക്കറ യഷ്കുർ എന്നുള്ളതിന്റെ നമ്പറാണ് ഉഷ്കുർ, നിങ്ങൾ നന്ദി കാണിക്കൂ. അപ്പൊ ഒന്നാമത്തെ വരിയിൽ കാന എന്ന ഫീലും പിന്നെ നമ്മൾ അതിൽ മസ്കൻ ഇന്നലെ പറഞ്ഞ പോലെ ഒരു ഇസ്മുമായി ഒരു ഫീലുമായി ബന്ധപ്പെട്ട ഇസ്മുൽ മക്കാനാണത്, താമസിക്കുന്ന സ്ഥലം. കുലു എന്നുള്ളത് എന്താണ്? അതെ 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 അതെ, കാന ഫീലാണ്. അതങ്ങനെ പറയാൻ കാരണം ഇത് കുറച്ച് മുമ്പുള്ള ചരിത്രമാണ്. നിബിധങ്ങൾക്ക് മറ്റേ സുലൈമാൻ നബി അലൈഹി സ്വലാമിൻ്റെ സഭയിലെ സലീഹ ബീവിയുടെ ചരിത്രം പറഞ്ഞു കൊടുക്കുകയാണ്. മുമ്പത്തെ കാര്യം പറയാനുണ്ട്. കുലൂ മിൻ റിസ്ഖി റബ്ബിക്കും വഷ്കുറൂ ലഹു ബൽദത്തുൻ ത്വയ്യിബത്തുൻ വറബ്ബുൻ ഗഫൂറുൻ. അല്ലേ? ഒക്കെ ഇസ്മാണ്. ബൽദത്തുൻ തൻവീനുണ്ട്, ത്വയ്യിബത്തുൻ തൻവീനുണ്ട്, റബ്ബുൻ തൻവീനുണ്ട്, ഗഫൂറുൻ തൻവീനുണ്ട്. ഈ രണ്ട് വരിയിൽ നമ്മൾ ഒരു മാളിയായ ഫീലും രണ്ട് അംർ ഫീലുകളുമാണ് നമ്മൾ കണ്ടത്. പിന്നെ ഒരു ഇസ്മുൽ മക്കാനും. അല്ലേ? ക്ലിയർ അല്ലേ? ഇനി നോക്കണം അടുത്ത വരിയിൽ, അടുത്ത ആയത്തിൽ പറയും അഴറലു. അതാണ്, അതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് കേട്ടോ. നമ്മളിപ്പോൾ മൂന്നക്ഷരമുള്ള മാളിയായ ഫീലുകളെ കുറിച്ചാണ് ഇത്രയും ദിവസം പറഞ്ഞത്. മൂന്നക്ഷരം. ഇനി നോക്ക് നിങ്ങൾ, അഴറലു അതിൽ എത്ര അക്ഷരമുണ്ട്? 4 അക്ഷരം അല്ലേ? അഴറല അഴറല അഴറലു, അഴറല അഴറല അഴറലു. ഏതുപോലെ? ഫഅല ഫഅല ഫഅലു എന്ന് നമ്മൾ സർഫാക്കിയ പോലെ തന്നെ ഇവിടെയും സർഫാക്കുക. ഫഅല ഫഅല ഫഅലു ഫഅലത് ഫഅലത ഫഅൽന. അതുപോലെ അഴറല അഴറല അഴറലു, അഴറലത് അഴറലത. അല്ല, ഫഅല അഫ്അല എന്നുള്ള രൂപത്തിൽ ഞാൻ പറഞ്ഞത്. നമ്മളിപ്പോൾ പഠിച്ചതേ നമ്മൾ മുമ്പുള്ള ഇവർക്കും കൂടി മനസ്സിലാവാൻ പറഞ്ഞാണ്. ഹക്കീംക്കാക്കും അതുപോലെ ശംസുക്കാക്കും നമ്മൾ പഠിച്ചത് മീസാനിൽ നമ്മളിപ്പോൾ റിവിഷൻ കഴിഞ്ഞ് വന്നത് ഏതാണ്? 3 അക്ഷരം ഉള്ളതാണ്. ആ 3 അക്ഷരമുള്ള ഫീൽ എങ്ങനെയാണോ സർഫാക്കുന്നത് അതേ രൂപത്തിൽ തന്നെ സർഫാക്കുക. നോക്കി നോക്കുക. ഫഅല എങ്ങനെ സർഫാക്കുക സുബൈറ? ഫഅല ആ ആ ഫൽത്തും. പിന്നെ അല്ല അല്ല കേട്ടില്ല. ഫഅൽത്തി ഫഅൽത്തുമാ ഫഅൽത്തുന്ന. എന്താ പെണ്ണുങ്ങളോടൊരു ദേഷ്യമുള്ള പോലെ? മൊത്തം 14 വരും. ആ ആ ഫഅൽ ആ ആ ഫഅൽതു ഫഅൽന അല്ലേ? 14 വരും. അതാണ് ഇവിടെ. അത് അതേപോലെ തന്നെ ഇവിടെ സർഫാക്ക. ഇത് അയറുള്ള സർഫാക്ക അതേപോലെ. ജുബൈർ അയറുള്ള സർഫാക്ക്. അയറുള്ളത്ത് ആ ആ അറൽത്ത ആ അറൽത്തും. മാതിയായ ഫീൽ നമ്മൾ സർഫാക്കി. ഇനി നമ്മുടെ ഹക്കീംക്ക് സർഫാക്കി. ഇത് മാ വെച്ചിട്ട് സർഫാക്കി. മാ മാ അഴറല മൻഫിയായിട്ട്, മൻഫിയായിട്ട് കേൾക്കുന്നില്ലേ? ട്രാഫിക് സർഫാക്കുന്ന
സിമ്പിൾ. ഇനി അടുത്ത ഫീൽ നോക്കൂ നിങ്ങൾ. സാവധാനം സർഫാക്കിയാൽ മതി. അതെ, നമ്മൾ സ്പീഡിലാകുമ്പോഴാണ് ബുദ്ധിമുട്ട്. സാവധാനം സർഫാക്കിയാൽ മതി. ഇപ്പൊ അടുത്ത നോക്ക്. അർസൽന, അർസൽന നോക്കി, അതും നാലക്ഷരമുള്ള ഫീലാണ്. അർസല, അർസല, അർസലു, അർസലത്, അർസലത, അർസൽന, അർസൽത, അർസൽതുമ, അർസൽതും, അർസൽതി, അർസൽതുമ, അർസൽതുന്ന, അർസൽതു, അർസൽന, മാ അർസൽ. അതെ അതെ, അങ്ങനെ. റസൂല എന്ന് വന്നാണ് അയക്കുന്നവൻ, അയക്കപ്പെട്ടവൻ എന്നൊക്കെ അർത്ഥത്തിൽ. അർസല അയച്ചു. റസലയും അത് എന്താ പറയാ, അയച്ചു തന്നെ. എല്ലാത്തിനും അങ്ങനെ തന്നെ ഒരേ അർത്ഥം തന്നെ വന്നോളണമെന്നില്ല. അതുകൊണ്ട് അർത്ഥമുണ്ട്, മുർസൽ. അങ്ങനെ അർത്ഥമുണ്ട്. അപ്പോൾ ദൗത്യം കൊണ്ട് അയക്കുന്ന ആള് അത് നിർവഹിക്കുമല്ലോ. അതിന്റെ അർത്ഥത്തിന് വരാം റസൂല്. ഇസ്മുഫായിന്റെ അർത്ഥത്തിനും വരും, ഇസ്മുഫൂലിന്റെ അർത്ഥത്തിനും വരും, അയക്കപ്പെട്ടവൻ എന്നുള്ള അർത്ഥത്തിനും വരും. അയച്ചവൻ എന്തായാലും ആവൂല, അയച്ച ആള് അള്ളാഹു ആണല്ലോ. റസൂല്, റസൂല് അയക്കപ്പെട്ടവൻ. പിന്നെ എല്ലാത്തിനും ഇങ്ങനെ ഇതുണ്ടായിക്കോളണമെന്നില്ല കേട്ടോ. അതിന് സുലാസി ഉണ്ടായിക്കോളണമെന്നില്ല എല്ലാത്തിനും. ചില ഉപയോഗത്തിൽ ചിലതിന് മാലി തന്നെ ഉണ്ടാവില്ല. യദറു നമ്മൾ പറയും. യദറു എന്നുള്ളതൊരു മുലാരിയാണ്. വദറ യദറു എന്നാണ്. അപ്പൊ അതിന്റെ മുലാരി മാലി എന്നല്ലേ ഉണ്ടാകുക. അപ്പൊ അതിന്റെ മാലി വേണ്ടേ. അപ്പൊ അവര് അറബികൾ പറഞ്ഞിട്ടുണ്ട്, അറബികൾ അതിന്റെ മാലിയെ കൊന്നു കളഞ്ഞു. മാലിയെ കൊന്നു കളഞ്ഞു പറഞ്ഞാൽ മാലി ഉപയോഗിക്കാതില്ല. പിന്നെ നമ്മളതിന്റെ മാലി ഇങ്ങനെയാണ് വരിക എന്നൊക്കെ പറയും, പക്ഷെ ഉപയോഗത്തിൽ അങ്ങനെ ഉണ്ടാവില്ല. പിന്നെ നമ്മളിപ്പോ വരിക നിങ്ങൾ ഒഴിവാക്കൂ. അപ്പൊ ഇവിടെ നോക്ക്, ഇപ്പൊ നമ്മൾ പറയുന്നത് മുർസിലുൻ എന്ന് വരും. മുർസിലുൻ അത് നമ്മൾ എന്ത് പറയും, അത് നിങ്ങൾക്ക് കാണിച്ചു തരും. ഇപ്പൊ നമ്മള് മുർസിലുൻ അയക്കുന്നവൻ എന്നാണ് അർത്ഥം. അത് അള്ളാഹുവിനെ കുറിച്ചാ പറയാം. മുർസലു എന്നാവും, അയക്കപ്പെട്ടവർ. അത് മുർസൽ എന്നല്ല പറയാം, റസൂലുള്ളാഹിന്നല്ല പറയാം, മുർസലാണെന്നല്ല പറയാം. അപ്പൊ ഇവിടെ നോക്ക്, അർസലി അങ്ങനെ തന്നെയാണ്. അർസല, അർസല. അതിന്റെ മുലാരി എങ്ങനെ വരിക അറിയങ്ങള്? യുർസിലു എന്ന് വരിക. യുർസിലു. യഫ്അലു അങ്ങനെ സർഫാക്കുക ഹക്കീം ക? യഫ്അലു അങ്ങനെ സർഫാക്കുക? യഫ്അലു, യഫ്അലു, യഫ്അലാനി. അതേപോലെ തന്നെ ഇവിടെയും വരിക. യുർസിലു, യുർസൽ, യുർസിലാനി, യുർസിലൂന, തുർസിലു, തുർസിലാനി, യുർസിൽന, തുർസിലു, തുർസിലാനി, തുർസിലൂന, തുർസിലീന, തുർസിലാനി, തുർസിൽന, ഉർസിലു, നുർസിലു. കറക്റ്റ് അതേപോലെ തന്നെ. പക്ഷെ അതിന്റെ നമ്മൾ മുലാറത്തിന്റെ അക്ഷരം ആ എന്നുള്ളത് ഇവിടെ ഉ എന്നാവും, യാ എന്നുള്ളത് ഇവിടെ യു എന്നാവും, താ എന്നുള്ളത് തൂ എന്നാവും, ന എന്നുള്ളത് നു എന്നാവും. അത്രേ ഉള്ളൂ. സർഫാകുന്നതൊക്കെ ഒരേപോലെ തന്നെ. നമ്മൾ മീസാനിൽ പഠിച്ചാൽ അതാണ് ആ മീസാന്റെ പ്രത്യേകത. മീസാൻ പഠിച്ചതിന്റെ ആ ഒരു എന്താ പറയാ സ്ട്രക്ചർ വിട്ടുകൊണ്ട് ഒരു സർഫാക്കലോ ഒന്നുമില്ല. ഇവിടെ നമ്മൾ പറഞ്ഞില്ലേ, ഫഅല, ഫഅല, ഫഅലു, അതേ രൂപത്തിൽ തന്നെയാണ് അഅറള, അഅറള, അഅറളു, അഅറളത്, അഅറളത, അഅറൾന. അതേപോലെ തന്നെ അർസല, അർസല, അർസലു, അർസലത്, അർസലത, അർസൽന. ഇങ്ങനെ പോയി നോക്കിങ്ങൾ. ഇതാ അങ്ങനെ സൈലൽ അരിമി വബദ്ദൽനാഹും ഉണ്ടോ, ബദ്ദൽനാഹും. ഇവിടെ നോക്കിങ്ങൾ,
ബദ്ദൽനാഹും. ബദല ബദ്ദല, ബദല ബദല ബദലു ആണോ അവിടെ അതിന്റെ ഇതാണ് എന്ത് വരിക, ഒരു ഐൻ ഫീല് നടുത്ത ലെറ്റർ എന്ത് ചെയ്തു, ഇരട്ടിപ്പിച്ചു, ബദ്ദല എന്നാക്കി. ബദല ബദ്ദല. ഫതഹ ഫത്തഹ, നസറ നസ്സറ, കതബ കത്തബ, ഖതല ഖത്തല, സമിഅ സമ്മഅ, ജലസ ജല്ലസ, റഫഅ റഫഅ ആണോ അതേപോലെ. അത് അങ്ങനെ ഉപയോഗമല്ല, ഞാൻ സർഫാക്കാൻ വേണ്ടി പറഞ്ഞാണ്. അജ്ലസ എന്ന് പറ, ഇരുത്തിച്ചു എന്നുണ്ടെങ്കിൽ അജ്ലസ. അജ്ലസ് വരും 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 വരും. അതൊരു സ്ട്രോങ് അർത്ഥം കിട്ടാനും വരും. ഇപ്പോ നമ്മളിതിൽ പറയില്ലേ, ഹദ്ദാദിന്റെ ലാസ്റ്റ് ദുആ ഉണ്ടല്ലോ, അൻ തുഫത്തിഹ ലനാ കുല്ല ഖൈർ ഫത്തഹ യുഫത്തിഹു. അതിന്റെ അർത്ഥം കുറേ തുറന്നു തരണേ, ഒരുപാട് തുറന്നു തരണേ. കൂട്ടക്കൊല, കൂട്ടക്കൊലക്ക് കത്തല എന്ന് പറയാം. കത്തൽ, കത്തല എന്ന് പറഞ്ഞാൽ കൊന്നു എന്നാണ്. കത്തല കൂട്ടക്കൊല എന്ന്. അപ്പൊ അതില് അങ്ങനെ ഓരോന്നിന്റെ അർത്ഥത്തിന് എന്ത് ചെയ്യും, ഇങ്ങനത്തെ ഓരോ വസിന് മാറുന്നതിനനുസരിച്ച് അർത്ഥം വ്യത്യാസം വരും. പല അർത്ഥങ്ങളുണ്ട്. ഇൻഷാല്ലാ നമ്മൾ സഞ്ചാന് പറയുമ്പോൾ ഓരോന്നിൻ്റെ അർത്ഥങ്ങൾ, വ്യത്യസ്ത അർത്ഥങ്ങൾ പറഞ്ഞുതരും. ഇവിടെ ഇപ്പം നമ്മുടെ സ്ട്രക്ചറാണ് നമ്മൾ പറഞ്ഞത്. ബദല, നമ്മളിപ്പോൾ പഠിച്ചത് ബദല ബദല ബദലു അല്ലെങ്കിൽ ഫഅല ഫഅല ഫഅലു എന്നായിരുന്നു. ഇവിടെ നോക്കുമ്പോൾ ബദ്ദൽന, എത്ര അക്ഷരമുണ്ട്? 4 അക്ഷരമുണ്ട്. ബദ്ദല അല്ലേ, ബ പിന്നെ 2 ദ പിന്നല്ല, മറ്റോടത്ത് അർസല എന്നുള്ളടത്ത് അപ്പോഴും 4. ആ റ് സ ല. ഇവിടെയോ അറള എന്നുള്ളടത്ത് അവിടെയും 4. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഇങ്ങനെ ഇനിയിപ്പോ ആ ആയത്തിന്റെ ബാക്കി ഇങ്ങനെ നോക്കി നിങ്ങൾ ഇതാ, ബിജന്നതൈഹിം ജന്നതൈനി ദവാതൈ ഉകുലിൻ ഖംതിൻ വഅഫ്ലിൻ വശൈഇൻ മിൻ സിദ്രിൻ ഖലീൽ ذلك ജസൈനാഹും ബിമാ കഫറൂ. കഫറ കഫറ കഫറു 3 അക്ഷരമുള്ള മാറി. ജസൈന ജസാ, ജസാക്കുമുല്ലാഹ് എന്ന് പറയില്ല, ജസാ പ്രതിഫലം നൽകട്ടെ. നിങ്ങൾക്ക് ആര് പ്രതിഫലം നൽകട്ടെ? അള്ളാഹു പ്രതിഫലം നൽകട്ടെ. ഖൈറൽ ജസായി, വളരെ ഉത്തമമായ പ്രതിഫലം നൽകട്ടെ. ബഹുവചനങ്ങൾ അങ്ങനെ പലതും വരും, പല വ്യത്യാസങ്ങളും വരും. ഇപ്പൊ ഇവിടെ നോക്കി, ഇവിടെ ജസാ എന്നുള്ളതിന്റെ ജസാ ജസയ ജസൗ, ജസത്ത് ജസത ജസൈന, ജസൈത ജസൈതുമ ജസൈതും, ജസൈതി ജസൈതുമ ജസൈതുന്ന, ജസൈതു ജസൈന. ആ ജസൈനയാണിത്. നമ്മൾ എന്തായിട്ടുണ്ട്? പ്രതിഫലം നൽകിയിട്ടുണ്ട്. ബിമാ കഫറു, കഫറ കഫറ കഫർ. അടുത്ത നോക്കിങ്ങള്, വഹൽ നുജാസി, ഇത് എത്ര അക്ഷരമുണ്ട് നോക്കിങ്ങള്. ഹൽ നുജാസി മുദാരിയ ഫീലാണത്. ജാസ യുജാസി എന്നാ വരിക. എന്താ വരിക? ജാസ യുജാസി. അപ്പൊ നോക്കി, ഇപ്പൊ 3 ബാബ് നമ്മൾ പറഞ്ഞു കേട്ടോ. ഒന്ന് അഫ്അല ബാബ് പറഞ്ഞു, അതാണ് അർസലയും അറളയും. ഫഅല ബാബ് പറഞ്ഞു, അതാണ് ബദ്ദല. ഇത് ഫഅല ബാബാണ്. ജാസ യുജാസി, ഖാതല യുഖാതിലു, സാഅദ യുസാഇദു, ഖാറജ യുഖാരിജു. ഇത് പിന്നെ അവസാനം യാ ആയതുകൊണ്ട് അവസാനം യാഇന് ഹർക്കത്ത് കൊടുത്തില്ല എന്നേ ഉള്ളൂ. യാഇന് ലഈഫായ ലെറ്ററാണ്. ജാസയ എന്നായിരിക്കും ഉണ്ടാവുക. അത് നമ്മൾ ജാസയ എന്ന് പറയാൻ പാടില്ല, അത് നിയമമാണ്. ജാസ എന്ന് പറയുന്നത്. ജാസ യുജാസി, യുജാസിയു എന്നാണ് അസിലുണ്ടാവുക. യാ ലഈഫായ ലെറ്ററാണ്. അതിന്
സ്ട്രോങ് ഹർക്കത്താണ് ലമ്മത്ത്. ഏറ്റവും സ്ട്രോങ് ഹർക്കത്താണ് ലമ്മത്ത്. അവിടെ പറയുമ്പോൾ തന്നെ ഒരു പ്രശ്നമുണ്ടല്ലോ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ കുറച്ച് സ്ട്രെസ് എടുക്കണം. പിന്നെ രണ്ടാം സ്ഥാനത്തുള്ള ഹർക്കത്താണ് കസ്രത്ത്. പിന്നെ മൂന്നാം സ്ഥാനത്താണ് ഏത്? ഫത്ഹ്. ഫത്ഹ് ഭാരല്ലാത്ത ഹർക്കത്താണ്. അതുകൊണ്ട് ചില സമയത്ത് യാഇൻ്റെ മേലെ ഫത്ഹ് വരും, ചില സമയത്ത് യാഇൻ്റെ മേലെ എന്ത് ചെയ്യും? ഫത്ഹ് വരും. നമ്മൾ ഇപ്പോൾ അന്ന് നെസ്ബ് ചെയ്യുന്ന അന്ന് പറഞ്ഞല്ലോ അവാമിൽ, ആ അന്ന് വരുന്നിടത്ത് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ചില സമയത്ത് അവസാനം യാ ആണെങ്കിലും അയ്യർമിയ അവിടെ വരും. നേരെ മറിച്ച് ലമ്മും കസ്റും വരില്ല. അതുകൊണ്ടാണ് ഇവിടെ യുജാസിയു എന്നുണ്ടാവും. ഇതുപോലെ ഖാത്തല യുഖാത്തിലു, സാഅദ യുസാഇദു, ജാലസ യുജാലിസു, നാസറ യുനാസിറു, ബാഅദ യുബാഇദു എന്ന് പറയുന്ന പോലെ തന്നെ ഇവിടെ യാഇൻ്റെ മേലെ ലമ്മുണ്ടാവും. യാ ബലഹീനവും അതിന് ലമ്മ് ഭാരവുമായതുകൊണ്ട് അതിനെന്ത് ചെയ്തു? നമ്മൾ യാഇൻ്റെ ഹർക്കത്തിനെ കളഞ്ഞിട്ട് യുജാസി എന്ന് പറഞ്ഞു. ഇവിടെ നോക്കുന്നത് നുജാസി ഇല്ലൽ കഫൂറ. കാഫിർ എന്നാണ് പറയേണ്ടത്. കഫൂർ, കൂടുതൽ കുഫ്ർ ചെയ്യുന്ന ആൾ, കഫൂർ. ഇതുപോലെ ഗാഫിർ എന്നുള്ളത് ഗഫൂർ എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഷാക്കിർ എന്നുള്ളത് ഷക്കൂർ എന്ന് പറയും. അബ്ദുഷക്കൂർ, അബ്ദുഷുക്കൂർ അല്ല, അബ്ദുഷക്കൂർ എന്നാണ് പറയുന്നത്. നന്ദി ചെയ്യുന്നവൻ. ഷുക്കൂർ എന്നുള്ളത് അറബിയിൽ അതൊരു മസ്തറൊക്കെ ആയിട്ടേ വരുള്ളൂ. കാഫിന് ലമ്മല്ലേ, അപ്പൊ ഷീനിക്കും ലമ്മ് കൊടുത്തോണ്ട് ഉച്ചരിക്കുകയാണ്. ശരിയായത് കൊണ്ടൊന്നല്ല. അബ്ദുഷക്കൂർ എന്നാണ്. അറിയുന്ന ആളുകൾ യാ ഷക്കൂറു യാ അള്ളാ എന്നല്ല പറയാം, യാ ഹുഫൂറു എന്നല്ലല്ലോ പറയാം, യാ ഷുക്കൂറു എന്നല്ലല്ലോ പറയാം. യാ റുഊഫു എന്നാണ് പറയാം, റഊഫ് അല്ലേ, അതേ വസന വരിക. കഫൂർ, കുഫൂർ എന്നല്ല, കഫൂർ. അബ്ദൻ ഷക്കൂർ, അതാണ് യാ ഷക്കൂർ യാ അള്ളാ. അള്ളാഹുവിന്റെ പേര് കൂടിയാണ് ഷക്കൂർ. അപ്പൊ നന്ദി ചെയ്യാന്നുള്ളതിന്റെ ഒരു ഇസ്മു ഫായിലാണത്. അതെ 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 ആയത്തുണ്ട്. അത് അതിന്റെ മഹത്വം കളയുന്നതാണെങ്കിൽ ഏതായിരിക്കാം നല്ലത്. അല്ല നരസോ മറ്റേതൊക്കെ ആവും എന്നൊക്കെ ഉണ്ടെങ്കിൽ ഉസ്താദ്മാരെ പ്രോത്സാഹിപ്പിക്കലില്ല. അതൊരു പ്രസംഗത്തിൽ അങ്ങനെ വൈറലായതാണ്. അപ്പൊ അത് എഴുതാൻ വേണ്ടിയിട്ട് ആയത്ത് ചിലപ്പോൾ വല്ല നജസൊക്കെ ആവാൻ സാധ്യതയുണ്ടല്ലോ. ഇവിടെ കണ്ടോ നിങ്ങള് ബാറക്ന, ബാറക്ക, ബാറക്ക, ബാറക്കു. ഇതും നാലക്ഷരമുള്ള ഫീലാണ്. ബാറക്ക, ബാറക്ക എന്ന് പറയുമ്പോൾ അതിന്റെ മീനിങ് വ്യത്യാസം വരുന്നുണ്ട്. ഇവിടെ നോക്കുക, അടുത്ത നോക്ക്, ഖദ്ദർന, ഖദറ, ഖദ്ദറ. റബ്ബന ബാഇദ് ബൈന, ബാഇദ് അംർ ഫീലാണ്. ബാഅദ യുബാഇദു, അതിന്റെ അംറാണ് ബാഇദ്. ഇൻഷാല്ലാ. ഇതാണോ മസ്സക്ക, ഒരുപാട് ടൈൽ ഇതാണോ മസ്സക്ക. ഞാൻ അടിവരായിട്ട് നോക്ക്, മസ്സക്ക, മസ്സക്ക, മസ്സക്ക. അതിന്റെ ഇസ്മു ഫായിൽ മസ്സക്ക. അതിന്റെ ഇസ്മു മഫൂൽ ഉണ്ടെങ്കിൽ മുമസ്സഖ്, മുമസ്സഖ്, മസ്സക്ക. അതിന്റെ ഇസ്മു മഫൂൽ മുമസ്സഖ്, ഇസ്മു ഫായിൽ മുമസ്സിഖ്. ഇതാണ് സ്വബ്ബാരിൻ, സ്വാബിറിന്റെ ഒന്നുകൂടി കട്ടി കൂടി നല്ല ക്ഷമിക്കുന്ന ആൾക്ക് സ്വബ്ബാർ എന്ന് പറയും. ഷക്കൂർ, കണ്ട നേരത്തെ പറഞ്ഞ ഷക്കൂർ. സ്വദ്ദക്ക, നാലക്ഷരമുള്ള ഫീലാണ്. സ്വദക്ക എന്നാണ് മൂന്നക്ഷരമുള്ളത് നമ്മൾ പഠിച്ചത്. സ്വദ്ദക്ക.
മൂന്നക്ഷരമുള്ളൂ. ലന്ന മൂന്നക്ഷരമുള്ളൂ. ല പിന്നെ രണ്ട് നൂന്. ആരൊക്കെ എത്തിക്കണേ? എല്ലാവരും ഓക്കെ അല്ലേ? ഫറൂഖ് ഭായ് എപ്പോഴാണ് ഇന്നലെ വീട്ടിലെത്തി? ഒരുപാട് നേരം സ്വീപ്പായില്ലേ? ഇനി വയനാട്ടിൽ പോകണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ നോക്കി ഇനി നോക്കി ഞാൻ കിതാബിലേക്ക് പോകാം. ആ ഞാൻ കണ്ടിട്ട് മുണ്ടാതെ പോവാൻ നിന്നാണ്. നിങ്ങൾ പറയിപ്പിച്ചു. ഇത്തബ ഇത്തബ അത് എത്ര അക്ഷരമുണ്ട്? നിങ്ങൾ നോക്കി നോക്കി എണ്ണി നോക്കിയാൽ ഇത്തബയിൽ എത്ര അക്ഷരമുണ്ട്? അഞ്ചക്ഷരമുണ്ട്. അഞ്ചക്ഷരമുള്ള ഫീലാണ്. എത്ര അക്ഷരങ്ങള്? അഞ്ചക്ഷരമുള്ള ഫീലാണ്. അത് ഇഫ്തഅല എന്ന് പറഞ്ഞൊരു ബാബുണ്ട്. ഇഫ്തഅല ഇഫ്തഅല എന്നൊരു ബാബുണ്ട്. അതിന്റെ ബാബാണത്. ഇത്തബ ഇത്തബ. അതെ അതെ, ഒന്ന് ഫാവും ഒന്ന് താവും താ തന്നെയാണ്. ഫ ആയിട്ട് വന്നതും താ ആണ്, താ ആയിട്ട് വന്നതും താ ആണ്. അതെ അതെ, ഇത്തബ ഇത് തബ എന്നുണ്ടാകുക. ഇത് തബ ഇഫ്തഅല. രണ്ട് അക്ഷരം സുക്കൂനുള്ള ഒരു അക്ഷരവും പിന്നെ അർക്കത്തുള്ള അക്ഷരവും വരികയാണെങ്കിൽ ഇത് നാം ചെയ്യലോ. അങ്ങനെ ഇത്തബ എന്നായതാണ്. ഓക്കെ, ഇനി നോക്കി നമ്മുടെ കിതാബ് കണ്ട് പോവാം. ബിസ്മില്ലാഹി. ഷംസുഖ നീ ശ്രദ്ധിക്കണേ. ഹക്കീംബായ് ജുബേറെ, ഇത് നമ്മൾ ഇവിടെ പറഞ്ഞു പോയതാണ്. നിങ്ങൾ മൂന്നാളും നല്ലോണം ശ്രദ്ധിക്കണം. ബാക്കിയുള്ളവർ അതിൽ കൂടുതൽ ശ്രദ്ധിക്കണം. അപ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പറയാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫസ്ലുൻ ഫി അജ്നാസിൽ അഫ്ആൽ. വ്യത്യസ്ത തരം ഫീലുകളെ കുറിച്ച് പറയുന്നതാണ്. വ്യത്യസ്ത തരം, വ്യത്യസ്ത ഐറ്റങ്ങൾ. ഏലം അമ്ര ഉണ്ടോ? നീ അറിയണം. എന്താണ് അറിയേണ്ടത്? അന്നൽ അഫ്ആല, തീർച്ചയായും ഫിഇലുകൾ, ഇമ്മാ സുലാസിയിൽ, ഒന്നിരിക്കെ അത് മൂന്നക്ഷരമുള്ളതായിരിക്കും. ലോകത്തുള്ള ഏതൊരു ഫീൽ എടുത്ത് പരിശോധിച്ചാലും ഒന്നിരിക്കെ മൂന്നക്ഷരമുള്ളതായിരിക്കും. ഇമ്മാ റുബായിൻ, അല്ലെങ്കിൽ നാലക്ഷരമുള്ളതായിരിക്കും. ഒന്നിരിക്കെ മൂന്നക്ഷരം അല്ലെങ്കിൽ നാലക്ഷരം. ഒരു സെക്കൻഡേ. ഹലോ ഹലോ, ഞാൻ ക്ലാസ്സിലാണ്, വിളിച്ചാൽ മതിയോ? ആ ശരി. ഒന്നിരിക്കെ മൂന്നക്ഷരമായിരിക്കും അല്ലെങ്കിൽ നാലക്ഷരമായിരിക്കും. ഇപ്പം നമ്മൾ മൂന്നക്ഷരമുള്ളതാണ് എവിടെ പറഞ്ഞത്? മീസാനിൽ പറഞ്ഞത് അല്ലേ? അതിൽ പറയുന്ന മുഴുവൻ ഫീലുകളും മൂന്നക്ഷരമായിരിക്കും അല്ലെങ്കിൽ നാലക്ഷരമായിരിക്കും. നാലക്ഷരം. അപ്പൊ കുല്ലു വാഹിദി മിൻഹുമ, ഈ മൂന്ന് നാലിൽ നിന്നുള്ള എല്ലാ ഓരോന്നും ഇമ്മാ മുജറദുൻ, സായിദ ഒന്നും ഇല്ലാത്തതായിരിക്കും. ഔ മസീദും ഫീഹി, അല്ലെങ്കിൽ സായിദ ഉള്ളതായിരിക്കും. അപ്പൊ നോക്കണേ, നമുക്ക് ഒരു കാറ്റഗറി ചെയ്യാം. ആ ഇപ്പതാ അതാ ഒന്ന് പറഞ്ഞുതരാം. ഇത് ഫീല് രണ്ടായി. ഇതങ്ങനെ വന്നു, ഇവിടെ അങ്ങനെ രണ്ടായി. ഇവിടെ ഫീല്. ഇത് സുലാസി റുബായി. ഒന്നിരിക്കെ സുലാസി ആയിരിക്കും, റുബായി ആയിരിക്കും. ഇത് വീണ്ടും രണ്ടായി. ഇത് വീണ്ടും രണ്ട്. ഒന്ന് മുജറദ്, ഒന്ന് മസീദ് ഫീ. ഇതും വീണ്ടും രണ്ട്. ഒന്ന് മുജറദ്, ഒന്ന് മസീദ് ഫീ. അപ്പോൾ മൊത്തം എത്ര ഉണ്ട്? സുലാസി മുജറദ്, സുലാസി മസീദ് ഫീ. റുബായി മുജറദ്, റുബായി മസീദ് ഫീ. മുജറദ് എന്ന് പറഞ്ഞാൽ തനിപ്പിക്കപ്പെട്ടത് എന്നർത്ഥം, ഒറ്റയാക്കപ്പെട്ടത്. എന്തിനെ തൊട്ട് ഒറ്റയാക്കപ്പെട്ടു? സായിദയായ അക്ഷരങ്ങളെ തൊട്ട്. ഒരു സായിദയില്ല ഇതിൽ.
അസ്ലിയായത് മാത്രമേ ഉള്ളൂ. ഫഅല അസ്ലിയായത് മാത്രമേ ഉള്ളൂ. കതബ ഒന്നും അതിലധികമല്ല. നസറ നേരെ മറിച്ച് നോക്ക്, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അർസല, അർസലയില് 4 അക്ഷരമുണ്ട്, പക്ഷെ 4ഉം അസ്ലിയല്ല. ആ എന്നത് അധികമായിരുന്നു, സായിദയായിരുന്നു. ആ എന്നത് അധികമായിരുന്നു. അപ്പൊ അത് സുലാസിയാണ്, പക്ഷെ സുലാസി മസീദ് ഫിഹിയാണ്. പറയാം, ഒന്ന് സുലാസിയാണ്, സുലാസി മസീദ് ഫിഹിയാണ് അർസല. ഫഅല എന്നുള്ളതോ സുലാസി മുജറദാണ്, അതിൽ ജായിദയായ അക്ഷരമില്ല. അതേപോലെ തന്നെ റുബായി അസ്ലിയായ 4 അക്ഷരം ഉണ്ടാവും, ഒന്നുപോലും സായിദയില്ല. അങ്ങനെ ഒന്നുപോലും സായിദ ഇല്ലാത്തതിന് റുബായി മുജറദ് എന്ന് പറയും. ഇനി റുബായി മസീദ് ഫിഹി എന്ന് പറഞ്ഞാലോ, അസ്ലിയായ 4 അക്ഷരത്തിന് പുറമെ ഒരക്ഷരമോ 2 അക്ഷരമോ സായിദയായിട്ടുള്ളത്. എങ്ങനെ പോയാലും ഒരു ഫീലിൽ ചുരുങ്ങിയത് ഒരു ഫീലാവണമെങ്കിൽ 3 അക്ഷരം നിർബന്ധമാണ്. 3 അക്ഷരം നിർബന്ധമാണ്. മാക്സിമം 6 അക്ഷരം വരെ പോകാം, മാക്സിമം. അപ്പൊ സുലാസിയിൽ 3 അസ്ലിയും 1 സായിദയും വരാം, 2 സായിദയും വരാം, 3 സായിദയും വരാം. അപ്പൊ 3 3 മാക്സിമം പോയ 6ആയി. റുബായിയിൽ 1 സായിദ വരാം, 2ഉം സായിദ വരാം, 3 സായിദ വരില്ല. 3 വന്ന എന്തായി? 4 3 7ആയില്ലേ? 7 അക്ഷരമുള്ള ഫീലില്ല. അപ്പൊ ചുരുക്കത്തിൽ ഒന്നുകൂടി പറയാം. ഫിഇലുകൾ 2 വിധം, സുലാസി, റുബായി. സുലാസി എന്ന് പറഞ്ഞാൽ അസ്ലിയായ 3 അക്ഷരം ഉള്ളതിന് സുലാസി മുജറദ് എന്ന് പറയും. അതിൽ ഏതെങ്കിലും ഒരക്ഷരമോ 2 അക്ഷരമോ 3 അക്ഷരമോ വർദ്ധിച്ചു വരുന്നതിനെ സുലാസി മസീദ് ഫിഹി എന്ന് പറയും. റുബായി എന്നുള്ളതിന് മുജറദിന് ഒരക്ഷരവും സായിദ ഇല്ലാത്ത 4 അക്ഷരമുള്ള ഫീലിന് റുബായി മുജറദ് എന്ന് പറയും. 1 2 3 വരില്ല കേട്ടോ, 1 2 സായിദയുള്ള റുബായി അസ്ലിയതിന് പുറമെ 1 2 സായിദകൾ വരുന്ന പദങ്ങൾക്ക്, ഫീലുകൾക്ക് റുബായി മസീദ് ഫീഹി എന്നും പറയും. ഓക്കെ ആണോ? എവിടെ ഷംസുക? ഹക്കീം ഭായ് പറയും. അപ്പൊ നമ്മൾ ഏതൊരു ഫീല് കണ്ടാലും അതിന് മാലിയാണ് പരിഗണിക്കാട്ടോ. മുതാരിയിൽ ചിലപ്പോൾ ഒരക്ഷരം അധികം ഉണ്ടാവും. ഇപ്പോൾ ഫഅലന്റെ മുതാരിയിൽ യഫ്അലൂന്നുണ്ട്, അത് 4 അക്ഷരം അല്ലത്, മുതാറത്തിന്റെ അക്ഷരം യാവും വന്നാണ്. മാലിയിൽ എന്തുണ്ടാവും? 3 അക്ഷരം ഉണ്ടാവും. അല്ലെങ്കിൽ മാലിയിൽ 4 അക്ഷരം ഉണ്ടാവും, മാലിയിൽ 5 അക്ഷരം ഉണ്ടാവും, മാലിയിൽ തന്നെ 6 അക്ഷരം ഉണ്ടാവും, മാലിയിൽ തന്നെ 6 അക്ഷരം, 7 വരില്ല. നോക്കാം. അസുലാസിയുൽ മുജറദ്. എന്താ സുലാസി മുജറദ് പറഞ്ഞാല്? ഹക്കീമെ അല്ല ജുബൈറെ, സുലാസി മുജറദ് എന്താ പറഞ്ഞ? എന്താ ഇതില്ല, കൂടുതലില്ല. അവിടെ അമ്മ സുലാസിയുൽ മുജറദു, അപ്പോൾ സുലാസി മുജറദ് ഫഖംസതു അബ്വാബിൻ, 5 ബാബുകളാണ്. എത്രണ്ണം? 5 എണ്ണം. ഇതാ ഇവിടെ അടിയിൽ എഴുതിയിട്ടുണ്ട്, നോക്കൂ. ലറബ യദ്രിബു, അതൊരു ബാബ്. നസറ യൻസുറു, 2ാം ബാബ്. ഫതഹ യഫ്തഹു, 3ാമത്തെ ബാബ്. 4ാമത്തെ സമിഅ യസ്മഉ, 4ാം ബാബ്. കറുമ യകുനു, 5ാം ബാബ്. എന്താ ഈ 5 ബാബും തമ്മിൽ വ്യത്യാസം പറയാൻ പറ്റുമോ? എല്ലാം 3 അക്ഷരാണ്, മുലാരി 4 അക്ഷരമുണ്ട്. എന്താ വ്യത്യാസം? മുലാരിയിൽ എവിടെയൊക്കെ വ്യത്യാസമുണ്ട്? യെസ്, പിന്നെ വെരി ഗുഡ്. പിന്നെ പിന്നെ ലമ്മാണ്. പക്ഷെ എന്നാ പിന്നെ വേറെ വ്യത്യാസം ഉണ്ടല്ലോ. ആദ്യം പറഞ്ഞ 3 മുലാരിന്റെ ഐനിഫിൽ വ്യത്യാസമുണ്ട്, അവസാനം പറഞ്ഞ 2 മാലിയുടെ ഐനിഫിൽ വ്യത്യാസമുണ്ട്. ഇല്ലേ സുബൈർ? ഇല്ലേ? സമിഅ, കറുമ. അപ്പോ ലറബ, അവിടെ ലറബ എന്നാണ് ഫസ്റ്റ് 3 ഫത്ത്. നസറ 3 ഫത്ത്, ഫതഹ 3 ഫത്ത്.
മറ്റോടത്ത് നാലാമത്തോടത്ത് ഐൻഫീലിന് കെസറാണ് സെമിഅ. അഞ്ചാമത്തോടത്ത് ഐൻഫീലിന് ലമ്മാണ് കറും. മുലാരിയിൽ പിന്നെ വ്യത്യാസം എന്താ? യദ്രിബു ഐൻഫീൽ കെസർ, യൻസുറു ഐൻഫീൽ ലമ്മ്, യഫ്തഹു ഐൻഫീലിന് ഫത്ഹ്, യസ്മഉ ഐൻഫീലിന് ഫത്ഹ്, യക്റുമു ഐൻഫീലിന് ലമ്മ്. ഇതാണ് 5 വാവ്. ഈ 5 വാവ് നമ്മൾ മനസ്സിലാക്കണം. ഇതല്ലാത്തൊരു സുലാസി മുജറദ് ഉണ്ടാവില്ല. ഇതല്ലാത്ത അറബി നിയമത്തോട് യോജിച്ചു വരുന്ന ഒരു സുലാസി മുജറദ് ഉണ്ടാവില്ല. ഓക്കെ, ഇനി നോക്കി നിങ്ങൾ. അൽ ബാബുൽ അവ്വലു ഫഅല യഫ്ഇലു. സർഫാക്ക് നോക്കി നിങ്ങൾ. ഫഅല യഫ്ഇലു ഫഅലൻ ഫഹുവ ഫാഇലുൻ. നമ്മൾ മീസാന്റെ അവസാനം പറഞ്ഞില്ലേ? അപ്പോൾ ഫുഇല യുഫ്അലു ഇത് മജ്ഹൂല്. ഫഅലന്റെ ഫുഇല മജ്ഹൂല്. യഫ്ഇലുന്റെ യുഫ്അലു. ഫഅലൻ ഫഹുവ മഫ്ഊലുൻ. അൽ അംറു മിൻഹു ഇഫ്ഇൽ. അംറു വന്നു നോക്കുക നിങ്ങൾ. ഇഫ്ഇൽ വന്നഹിയു ലാ തഫ്ഇൽ. ഇതിന്റെ ഉദാഹരണം നോക്ക്. ലറബ. ലറബ യദ്രിബു ലർബൻ ഫഹുവ ലാരിബുൻ. വളുരിബ യുദ്റബു ലർബൻ ഫഹുവ മളുറൂബുൻ. അൽ അംറു മിൻഹു ഇദ്രിബ്. വദ്രിബ് ലഹും മസലൻ. യാസീനിൽ കണ്ടില്ലേ? വദ്രിബ് ലഹും. ആ അലിഫ് സൈലന്റ് ആണ്. അത് ഇദ്രിബ് എന്നാണ് ഉണ്ടാകുക. ഇടയിൽ വന്നതുകൊണ്ട് അലിഫ് സൈലന്റ് ആയി. ഇദ്രിബ് വന്നഹിയു ലാ തദ്രിബ്. ഇത് നമ്മൾ മോഡലിന് വേണ്ടി കൊടുത്താണ്. ഫഅല ഒരു മോഡലാണല്ലോ. എല്ലാത്തിനും ഒരു മോഡൽ പറയാനുള്ളതാണ്. അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. ഇനി അടുത്തതിലും കാണാം ഫഅല യഫ്ഉലു എന്ന് കാണാം. അതായത് ഐൻഫീന് ലമ്മായിട്ട് വരിക എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. ഐൻഫീലിന് ഫത്ഹായിട്ട് വരുന്നത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. നമ്മളിപ്പോൾ ഏതൊരു മൂന്നക്ഷരമുള്ള ഫീൽ എടുത്താലും അതിൻ്റെ ഫാവ് ഫീല്, ഐൻ ഫീല്, ലാം ഫീല് എന്നാ പറയാം. ഏതിന്? ഒന്നാമത്തെ ലെറ്ററിനും രണ്ടാം ലെറ്ററിനും മൂന്നാം ലെറ്ററിനും. അപ്പോൾ ഇത് ഫഅല എന്നുള്ളത് ഒരു അടിസ്ഥാനമായിട്ട് എടുത്തുകയാണ്. മീസാൻ, തുലാസ്, തൂക്കം ഒപ്പിക്കുക എന്ന് പറയുന്നത്. കട്ടി നമ്മളെല്ലാത്തിനും ഒരേ കട്ടിയിൽ വെക്കുക. പഞ്ചസാര തൂക്കാനും അരിപ്പൊടി തൂക്കാനും മൈദ തൂക്കാനും ഇനി എന്തെല്ലാം സംഗതികളുണ്ടോ അതൊക്കെ തൂക്കാനും ഒരേ കട്ടിയെ വെക്കുക. അപ്പം അതിനുള്ളതാണ്. അതാണ് മീസാൻ. ഓക്കെ. ഫഅല, ലറബ യദ്രിബു. ഇതേ രൂപത്തിൽ വരുന്നതാണ് ജലസ യജ്ലിസു. ജലസ യജ്ലിസു എങ്ങനെ സർഫാക്കുക? ജലസ യജ്ലിസു ജൽസൻ ഫഹുവ ജാലിസുൻ. വജുലിസ യുജ്ലസു ജൽസൻ ഫഹുവ മജ്ലൂസുൻ. അൽ അംറു മിൻഹു ഇജ്ലിസ് വന്നഹിയു ലാ തജ്ലിസ്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ശംസുക മിണ്ടുന്നില്ലല്ലോ. എന്ത് പറ്റി? ഷോപ്പില? ആ ഓക്കെ. അപ്പോൾ 5 ബാബിൽ ഒന്നാമത്തതാണ് ഫഅല യഫ്ഉലു. തർക്കീബ് എഴുതി കൊടുട്ടോ. പിന്നെ രണ്ടാമത്തത് അൽ ബാബു സാനി. രണ്ടാമത്തത് ഫഅല യഫ്ഉലു ഫഅലൻ ഫഹുവ ഫാഇലുൻ ആണ്. യഫ്ഉലു ഐൻ ഫീലിന് ലമ്മ്, മാളിയിൽ ഐൻ ഫീലിന് ഫത്ഹാണ്. ഫുഇല അതിന്റെ മജൂൽ എല്ലാത്തിൻ്റെയും മജൂലുണ്ട്. നിങ്ങൾ ഫുഇല തന്നെ വന്നത്. അതിന്റെ യുഫ്അലു തന്നെ വന്നത്. മേലത്തവും യുഫ്അലു തന്നെ വന്നത്. ഫുഇല യുഫ്അലു ഫഅലൻ ഫഹുവ മഫ്ഊലുൻ. അൽ അംറു മിൻ അതിന്റെ അംറൊക്കെ നിങ്ങൾ ഉഫ്ഉൽ എന്നാണ്. ഉഫ്ഉൽ നമ്മൾ പഠിച്ചല്ലോ, മീസാനിൽ പഠിച്ചല്ലോ. ഉഫ്ഉൽ വന്നഹിയു ലാ തഫ്ഉൽ. അതുപോലെ നസറ യൻസുറു. നസറ പോലെ നസറ യൻസുറു നസ്റൻ ഫഹുവ നാസിറുൻ. വനുസിറ യുൻസറു നസ്റൻ ഫഹുവ മൻസൂറുൻ. അൽ അംറു മിൻഹു ഉൻസുർ വന്നഹിയു ലാ തൻസുർ. ദഖല യദ്ഖുലു. ദഖല യദ്ഖുലു ദഖ്ലൻ ഫഹുവ ദാഖിലുൻ. വദ്ഖില യുദ്ഖലു ദഖ്ലൻ ഫഹുവ മദ്ഖൂലുൻ. അൽ അംറു മിൻഹു ഉദ്ഖുൽ വന്നഹിയു ലാ തദ്ഖുൽ. കതബ സർഫാക്കി. ഹക്കീം को സർഫാക്കി. കതബ ഇതേപോലെ. കതബ യക്തുബു.
സിമ്പിൾ അല്ലേ? മൂന്നാമത്തെ ബാബ്, ഇത് ഒന്ന് പെട്ടെന്ന് പറഞ്ഞു. ഇത് ഒരേ രൂപത്തിൽ തന്നെയാണ്, ഐൻഫീൽഡിൽ മാത്രം അറക്കത്ത് വ്യത്യാസം ഉണ്ടാകുന്നതാണ്. മൂന്നാമത്തെ നോക്കി, ഫഅല യഫ്അലു. ഇതാണ് ഒറിജിനൽ ഫഅല കേട്ടോ സുബൈറെ, ഒറിജിനൽ ഫഅല. ഇവിടെയും മോഡലിന് വന്നാണെന്ന് തന്നെ നമ്മൾ പറയാ. فعل يفعل فعلا فهو فاعل وفعل يفعل فعلا فهو مفعول الأمر منه افعل النهي لا تفعل. فتح يفتح فتحا فهو فاتح فتح يفتح فتحا فهو مفتوح الأمر منه افتح والنهي لا تفتح. ഏത്? അല്ലല്ല, ഏയ് ഇത് ഏറ്റവും കുറവാ വരിക. ഈ മൂന്നാമത്തെ വസനും ഏറ്റവും കുറവ് ഇതാ വരിക കേട്ടോ, ഈ സാധനം അഞ്ചാമത്തെ. പിന്നെ കുറവ് ഇത്. ചെറിയ ചെറുത്തുനിന്ന് വലുതേക്ക് പോകുന്നതുകൊണ്ട് ഇവിടെ അത് ഒഴിവാക്കിയതാണ്. സംഗതി അതുണ്ട്, ഇഫ്തഹ് ലി യഫ്തഹ് എന്നുണ്ട്. പക്ഷെ ഇവിടെ ഇപ്പം അംറ് ഹാദിർ, സാധാ അംറ് ഹാദിർ ഒരൊറ്റ അംറിനെ പറഞ്ഞു. മൂന്നെണ്ണം വരും അംറ്. അംറ് ഗായിബ് മഅറൂഫ് വരും, അംറ് ഗായിബ് മജ്ഹൂൽ വരും, അംറ് ഹാദിർ മഅറൂഫ് വരും. നാലാമത്തെ നോക്ക് നിങ്ങൾ, ഫഇല യഫ്അലു ഉണ്ടോ? ഇവിടെ ഫഇല എന്നാണ്. ഫഇല യഫ്അലു, ഫഇല യഫ്അലു ഫഅലൻ ഫഹുവ ഫാഇലുൻ ഫഉല യുഫ്അലു ഫഅലൻ ഫഹുവ മഫ്ഊലുൻ الأمر من افعل والنهي لا تفعل. هو سمع يسمع سمعا فهو سامع وسمع يسمع سمعا فهو مسموع الأمر منه اسمع والنهي لا تسمع. അഞ്ചാമത്തെ ഇതുകൂടി പറയാം. ഫഉല യഫൂല ഐൻ ഫീനിക്ക് ലമ്മ്, ഇവിടെ ലമ്മ്. ഫഉല യഫൂലു ഫഅലൻ ഫഹുവ ഫാഇലുൻ فعل يفعل فعلا فهو مفعول الأمر منه أفعل والنهي لا تفعل. ഇതുപോലെ കറുമ യക്റുമു കർമൻ ഫഹുവ കാരിമുൻ വകുരിമ യുക്റമു കർമൻ ഫഹുവ മക്റൂമുൻ അൽഅംറു മിൻഹു ഉക്റും വന്നഹ്യു ലാ തക്റും. ഓക്കെ, സുലാസി മുജറദിന് എത്ര ബാബുണ്ട് പറയും? 5. ഏതൊക്കെയാണ്? ആ നേരത്തെ പറഞ്ഞ ഫഅല വെച്ച് പറഞ്ഞാൽ മതി. മുളാരി കൂടി ചേർത്ത് പറയാം. ഒന്ന് ഫഅല യഫ്ഇലു, പിന്നെ ഫഅല യഫ്ഉലു, ഫഅല യഫ്അലു, ഫഇല യഫ്അലു 4, ഫഉല യഫ്ഉലു 5. ഏനെ ഒന്നുകൂടി പറയാം. ഒന്നാമത്തത് ഫഅല യഫ്ഇലു 1, രണ്ടാമത്തത് ഫഅല യഫ്ഉലു 2, മൂന്നാമത്തത് ഫഅല യഫ്അലു 3, നാലാമത്തത് ഫഇല യഫ്അലു, അഞ്ചാമത്തത് ഫഉല യഫ്ഉലു. മാദി മാദി ചിലതിന് മാറുന്നുണ്ടല്ലോ, എല്ലാം മാറിയില്ല. 5 പേര് മാദി മുലാരിയും പാടെ കൂടുമ്പോൾ 5 ആവുള്ളൂ. മാദി മാത്രമാണെങ്കിൽ 3 ആവുള്ളൂ, മുലാരി മാത്രമാകുമ്പോൾ 3 ആവുള്ളൂ. ആണ് യഫ്അലു യഫ്ഇലു യഫ്ഉലു എന്നേ വരുള്ളൂ, ഫഅല ഫഇല ഫഉല എന്നേ വരുള്ളൂ. പക്ഷെ അത് അങ്ങോട്ട് കൊണ്ടും തട്ടിക്കുമ്പോൾ ഒരു വ്യത്യാസം. ഇനി ഇതേപോലെ പറയാം കേട്ടോ. അതാണ് ലറബ യദ്രിബു, അത് ഫഅല യഫ്ഇലു ആണ്. നസറ യൻസുറു, അത് ഫഅല യഫ്ഉലു ആണ്. ഫഹിമ യഫ്ഹമു, അത് ഏത് വരും? യെസ്, ഓക്കെ. ഹമല യഹ്മിലു ഏത് വരും? യെസ്. ഹക്കീം ക ലഇബ യൽഅബു ഏത് വരും?
ലഇബ യൽഅബു. ഫഇല യഫ്അലു ട്ടാ അല്ലേ? ഫഇലല്ലേ? ലഇബ എന്നാണ് അതിന് വേണ്ടി. റഫഅ യർഫഉ. റഫഅ യർഫഉ ഏത് വരും? അളുമ യഅളുമു ഏത് വരും? അടുത്തത് റാഫിക. സക്കന യസ്കുനു ഏതാ? റാഫിക്കടെ പോയാ ഉണ്ടല്ലോ. സക്കന യസ്കുനു അല്ലേ? ഫഅല യഫ്കുനു. പിന്നെ ശറുഫ യസ്റുഫു. ഓക്കെ, എളുപ്പമാണല്ലോ അല്ലേ? ഇനി ചോദിക്കണ്ടല്ലോ, ക്ലിയർ അല്ലേ? ഇതൊക്കെ ഇപ്പൊ നമ്മൾ അറിയണമെങ്കിൽ കുറെ ഫീലുകൾ പരിചയമാണ് കേട്ടോ. ഇപ്പൊ ഇതിലും ഇതിന്റെ മുലാരി കൊണ്ടുവരാൻ പറയണം. ദറസ അതിന്റെ മുലാരി എന്തായിരിക്കും നിങ്ങളുടെ അഭിപ്രായത്തിന് പറഞ്ഞു നോക്കി, ശരിയാണോ നോക്കാം. ദറസ യദുറുസ്. ഓക്കെ, സഈദ യസ്അദു. യസ്അദു ഫഇല എന്നാണെങ്കിൽ, ഫഇല എന്ന വസനിക്കാണെങ്കിൽ മുലാരി ഒക്കെ യഫ്അലു വസനിക്കേ വരുള്ളൂ. ഫഇല എന്നാണെങ്കിൽ. ഫഉല എന്നാണെങ്കിലും എളുപ്പമാണ്, മുലാരി കിട്ടാൻ എളുപ്പമാണ്, യഫ്ഉലു വസനിക്കേ വരുള്ളൂ. പക്ഷെ ഈ ദറസ പോലെ മൂന്നും ഫത്ഹ എന്താ അല്ല, അത് ദറസ യുദരിസു തദ്രീസ്. ആ അതാ പറഞ്ഞാന്. ഈ മാലി മൂന്നും ഫത്ഹ ആവുമ്പോഴേ മുലാരി 3 രൂപത്തിൽ വരും. മാലിയിലെ 3 അക്ഷരങ്ങൾ ഫത്ഹ ആണെങ്കിൽ മുലാരി 3 രൂപത്തിൽ വരും. മാലി ഫഇല വസനിക്കാണെങ്കിൽ മുലാരി ഒരേ രൂപത്തിലേ വരുള്ളൂ, യഫ്അൽ വസനിക്കേ വരുള്ളൂ. ഫഉല എന്നാണെങ്കിലും ഒരേ വസനിക്കേ വരുള്ളൂ, യഫ്ഉൽ വസനിക്കേ. അപ്പോൾ എളുപ്പമാണ്. അപ്പൊ സഈദക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് പറയാൻ കിട്ടും, യസ്അദു എന്നാണ്. അലിമക്കോ? യഅലമു. ഓക്കെ. റജമക്കോ? യർജിമു എന്നാണ്. യർജിമു. ജസുലക്കോ? അതെ, 3ൽപ്പെട്ടാണ്. ജസുലക്കോ? യജുസുലു. ഓക്കെ. അപ്പൊ ഈ കസ്ർ വരും, കസ്റുൽ ലമ്മും ഐൻ ഫീലിനിക്ക് കസ്റുൽ ലമ്മും വരുമ്പോ എളുപ്പമാണ്. തൊറഹ യത്തു റൂഹു. ഇനി ഇതിന്റെ മാലി കണ്ടുപിടിക്കാനാട്ടാ. യസ്അലു അതിന്റെ മാലി എന്തായിരിക്കും പറഞ്ഞു നോക്കി. യസ്അമു. സഇമ എന്നാ വരിക. സഇമ. മറ്റേത് സഹറ. യസ്ഹറു എന്നുള്ളത് ഏതാ? സഹറ യസ്ഹറു. പിന്നെ യൻതിഖു, അത് എളുപ്പമാണ്. യൻതിഖു നത്തൊക്ക, കാരണം അത് എന്തേ ഉള്ളൂ, യദ്രിബു എന്നുള്ളതും യഫ്ഇലു വസനിക്കും മുലാരി വരുമ്പോൾ അതിന് ഒറ്റ മാലിയേ വരുള്ളൂ, 3 ഫത്ഹായിട്ട്. യഖ്ദമു ഖദിമ എന്ന് വരിക. ഖദിമ. ഖദിമ യഖ്ദമു. യസ്ബിഖു, അത് എളുപ്പമാണ്. സബഖ, കാരണം അത് എളുപ്പല്ലേ. ഇതിന്റെ മജ്ഹൂല് പറയാനാട്ടോ. അല്ല, എളുപ്പത്തോട് എളുപ്പം. റബഹന്റെ മജ്ഹൂൽ എന്താ വരിക ഒന്ന് പറഞ്ഞു നോക്കി. ദുബിഹ. ഓക്കെ. അല്ല, ദുബിഹ. മജ്ഹൂല്. ഫഅലന്റെ മജ്ഹൂല് ഫുഇല, ഫഇലന്റെ മജ്ഹൂലും ഫുഇല, ഫഉലന്റെ മജ്ഹൂലും ഫുഇല വരിക. എല്ലാ മജ്ഹൂലും മജ്ഹൂലല്ല ഒരേ രൂപത്തിൽ വരാം, മാലിന്റെയും മുലാരിന്റെയും. ഇപ്പൊ ഒന്നുകൂടി ഒന്ന് കാണിച്ചു തരാം. ഇതാന്ന് ഇക്കോളി ഇവിടെ. ഇവിടെ കണ്ടങ്ങള് നസറ. നസറിന്റെ മജ്ഹൂൽ എന്താ വന്നത്? നുസിറ എന്നാണ്. ഇനി ഇവിടെ നോക്ക്, ലറബന്റെ മജ്ഹൂൽ എന്താ വന്നത്? ലുരിബ എന്നാണ്. അടുത്ത് നോക്ക്, ഫതഹന്റെ മജ്ഹൂൽ എന്താ വന്നത്? ഇതാ ഫുത്തിഹ എന്നാണ്. അതുപോലെ സമിഅന്റെ മജ്ഹൂൽ എന്താ വന്നത്? സുമിഅ എന്നാണ്. കറുമന്റെ മജ്ഹൂൽ എന്താ വന്നത്? കുരിമ എന്നാണ്. മുലാരി നോക്കിനി, കറുമ യക്റുമു. യക്റുമുന്റെ മുലാരിന്റെ മജ്ഹൂൽ എന്താ വന്നത്? യുക്റമു എന്നാണ്. ഒരേപോലെ യുക്റമു. യുക്റമു. മറ്റോടത്ത്
യസ്മഉന്റെ യുസ്മഉ അല്ല യുസ്മഉ. യഫ്തഹുന്റെ യുഫ്തഹു. അവിടെ ഐൻ ഫീലിന് ഫത്തുഹും കസുറും ദമ്മും എന്തായാലും മജ്ഹൂൽ ഒരേപോലെ തന്നെ വരുള്ളൂ. മൂന്നിനും മജ്ഹൂൽ ഒരേപോലെ തന്നെ വരുള്ളൂ. ഫഅലന്റെ മജ്ഹൂലും ഫുഇല, ഫഇലന്റെ മജ്ഹൂലും ഫുഇല, ഫഉലന്റെ മജ്ഹൂലും ഫുഇല. യഫ്അലുന്റെ മജ്ഹൂലും യുഫ്അലു, യഫ്ഇലുന്റെ മജ്ഹൂലും യുഫ്അലു, യഫ്ഉലുന്റെ മജ്ഹൂലും യുഫ്അലു. ഓക്കേണോ ശംസുക? ക്ലിയർ അല്ലേ? യഫ്ഉലുന്റെ മജ്ഹൂലും യുഫ്അലൂനാണ്, യഫ്അലൂന്റെ മജ്ഹൂലും യുഫ്അലൂനാണ്, യഫ്ഇലുന്റെ മജ്ഹൂലും യുഫ്അലൂനാണ്. മജ്ഹൂൽ എല്ലാം ഒരേപോലെ. മജ്ഹൂൽ ഇതേപോലെ ഐൻ ഫീൽ വ്യത്യാസമല്ല. ഇനി പറ. റബഹന്റെ മജ്ഹൂല് ഉബിഹ എന്ന് പറഞ്ഞു. മലക്കന്റെ മജ്ഹൂൽ എന്തായിരിക്കും? ഖസമന്റെ മജ്ഹൂലോ? ഹബസന്റെ മജ്ഹൂല് യഷ്കുറു എന്നുള്ളതിന്റെ മജ്ഹൂല് യഷ്കുറു എന്നുള്ളതിന്റെ മജ്ഹൂല് യുസ്കർ. ഒരേപോലെ തന്നെ. സദാന്റെ മജ്ഹൂല് എന്താണ്? ഇസ്മുഫായിൽ കൊണ്ടുവരാൻ കേട്ടാ. ഇസ്മുഫായിൽ പറഞ്ഞ യത്തുബഹുവിന്റെ ഇസ്മുഫായിൽ എന്തായിരിക്കും? അത് ഒരു നിയമമുണ്ട്. ഈ എഫ് അലു വസനിക്ക് ഫഅല എഫ് അലു വസനിക്ക് വരികയാണെങ്കിൽ ഒരു നിയമമുണ്ട്. അതിന്റെ ഐൻ ഫീലോ ലാം ഫീലോ ഹൽക്കിന്റെ അക്ഷരാവണം. ഇതിപ്പോ ഐന് ഹൽക്കിന്റെ അക്ഷരാണല്ലോ. ഹൽക്ക് തൊണ്ടയിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരാണല്ലോ. ഹംസ, ഹ, ഐന്, ഐന്, ഹ, ഖ ഈ അക്ഷരങ്ങളാണ് ഐൻ ഫീൽ ലാം ഫീൽ ചെയ്യുന്നത്. അത് ഫഅല എഫ് അലു വസനിക്ക് വരിക. അത് നിയമം. അപ്പോൾ പറയാം. ഇവിടെ നോക്ക്, യത്തുബഹുവിന്റെ ഇസ്മു ഫായിൽ എന്താ വരിക? പറയുന്നതാണ് ക്യാൻറ്റീനിൽ പണിക്കാരൻ്റെ തൊബ്ബാഹ് പറയും. ഇവിടെ എന്താ വരിക? ശരിക്കും അതിന്റെ വസനം എന്താ വരിക? ത്വാബിഹുൻ. തൊബ്ബാഹ് അല്ലേ? തൊബ്ബാഹ് നമ്മൾ ഈ പാചകക്കാരന് പറയും. നല്ല എക്സ്പേർട്ട് പാചകക്കാരന് തൊബ്ബാഹ് എന്ന് പറയും. നളറന്റെ നാളിറുൻ. ഷരിബന്റെ ഷാരിബുൻ. യഖ്ദിഫു ഖാദിഫുൻ. ഓക്കെ. യൻഖുലു നാഖിലുൻ. കശഫന്റെ കാശിഫുൻ. ഇനി എന്റെ മജ്ഹൂല് പറയും. അല്ല ഇസ്മു മഫൂല് പറയും. യത്ബഹുവിന്റെ ഇസ്മു മഫൂല് മഫ്ഊല്. ഫഅലന്റെ മഫ്ഊല് മത്ബൂഖുൻ. പിന്നെ നളറന്റെ മൻദൂറുൻ. ഷരിബന്റെ ഫാറൂഖ് ഭായ് പറയും മഷ്റൂബുൻ. അല്ലേ? ഷരിബന്റെ മഷ്റൂബുൻ. യഖ്ദിഫുന്റെ മഖ്ദൂഫുൻ. ഓക്കെ. യൻഖുലുന്റെ മൻഖൂലുൻ. മങ്കൂസ് മൗലിദ് കേട്ടില്ല നിങ്ങൾ? നഖസ എന്റെ ഇസ്മഫൂലാണ് മങ്കൂസ്. കശഫന്റെ ഇസ്മഫൂല് മക്ഷൂഫുൻ. യെസ്. ഈ ഭക്ഷണം പാകം ചെയ്യുന്ന സ്ഥലത്തിന് എന്താ പറയാ? കിച്ചൺ എന്താ അറിയ പറയാ? മത്തുബഹ്. ഇതെന്ന് വന്നാണത് മത്തുബഹ്. ഇയാൾ പണിയെടുക്കുന്ന സ്ഥലം അല്ലേ? ഇനി ഇതിന്റെ നോക്കെ, ഇതിന്റെ അമ്ര വായുവും ഹാദറും എടുക്കാനാണ്. ചിലപ്പോൾ അമ്ര ഹാദർ എളുപ്പമായിരിക്കും, വായുവ് ചിലപ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. ഒന്ന് പറഞ്ഞു നോക്കിയേ. ഹത്തമ യഹ്തിമു. അതിന്റെ അമ്ര എങ്ങനെ വരിക? യഹ്തിമു എന്നാണ്. യഹ്തിമു എന്നാണ്. അപ്പോ യഹ്തിം യഹ്തിം എന്നാണ് അമ്ര ഹാദർ. അമ്ര വായുവോ ലിയഹ്തിം. ലിയഹ്തിം. ജലബ യജ്ലുബു. ഉജ്ലുബ്. അമ്ര ഹാദർ വായിബ്. അത്തഫന്റെ അത്തഫ യഅ്തിഫു. യഅ്തിഫ് അമ്ര വായിബ് ലിയഅ്തിഫ്. ഖറഅന്റെ ഇഖ്റ ബിസ്മി റബ്ബിക്കൽ ലദീ ഇഖ്റ. അതിന്റെ
ഇസ്മ അമ്ര ലിയഖ്റ. ഖഫസ, ഖഫസ യഖ്ഫുസു. യഖ്ഫുസ് അല്ലേ? നസല യൻസിലു. ഏ? യൻസിലു അയിൻഫീലിക്ക് ഇൻസിൽ. ഇൻസിൽ മറ്റേത് ലിയൻസിൽ. ഓക്കെ, യെസ്. ചെറിയ ചെറിയ ബുദ്ധിമുട്ട് നമുക്കത് പെട്ടെന്നത് അമ്ര ഹാദിർ അമ്ര വായിബും അത് എടുക്കണം. മുബാരി എങ്ങനെയാണോ? അല്ല, അത് പറയാം. അത് അൻസല യുൻസിലു. അത് അത് ഇതിന്റെ നാലക്ഷരമുള്ള ഫീലായി, ഒരക്ഷരം അധികമായി വന്നു. അത് അത് അൻസലന്റെ മജൂലാണ് ഉൻസില. അൻസലന്റെ മജൂലാണ് ഉൻസില. ഇവിടെ നസലന്റെ നുസില എന്ന മജൂല് വരിക. ഇൻസിൽ, ഇൻസിൽ. ദഫഅ അതിന്റെ നെഹി വായിബ് നെഹി ആദർ കേട്ടോ. ദഫഅ യദ്ഫഉ എങ്ങനെയായിരിക്കും നെഹി വരിക? ലാ യദ്ഫഉ ലാ തദ്ഫഉ. നെഹി വായിബ് നെഹി ആദർ രണ്ടും പാടെ പറയാം കേട്ടോ. ലാ യദ്ഫഉ ലാ തദ്ഫഉ. നഫഅന്റെ നഫഅ യൻഫഉ. ലാ യൻഫഉ ലാ തൻഫഉ. ഓക്കെ. റഫഅ യർഫഉ. ലാ യർഫഉ അവസാനം നെഹി സുക്കൂനാണ്. ലാ യർഫഉ ലാ തർഫഉ. പിന്നെ ഖതഅ യഖ്തഉ. ലാ യഖ്തഉ ലാ തഖ്തഉ. പിന്നെ ഹലബ യഹ്ലിബു. ലാ തഹ്ലിബ് ലാ യഹ്ലിബ്. കദബ യക്ദിബു. ലാ യക്ദിബ്. സിമ്പിൾ ആണ്. ഈ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറയും. നമ്മുടെ അക്കീംബായും അതുപോലെ സംസുക്കയും സുബൈറും ഇപ്പൊ പറഞ്ഞു കൊടുത്ത എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറയും. കേട്ടില്ലേ? ആ ആ അതായത് ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഇതിപ്പോ നമ്മളിപ്പോ ഇവിടെ പറഞ്ഞത് ഇതൊക്കെ ഏതായിരുന്നു? ഫതഹ യഫ്തഹു ഫത്ഹം ഫഹുവ ഫാത്ത്. ഫതഹന്റെ അവിടെ ചോദിച്ചേതാ? ഫതഹന്റെ അംബ്ർ ഏതാണ്? ഇഫ്തഹ്. ഫതഹന്റെ നെഹി ഏതാണ്? ലാ തഫ്തഹ്. അതേപോലെ ഇവിടെ ചോദിച്ചാണ് എന്ത്? ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ? ഹത്തമന്റെ അംബ്ർ എന്താണ്? ജലബന്റെ അംബ്ർ എന്താണ്? ദഫഅന്റെ നെഹി എന്താണ്? നഫഅന്റെ നെഹി എന്താണ്? ഇതെന്താ ചോദിച്ചാല് ഈ പറയപ്പെട്ട ഫീലുകളൊക്കെ നമ്മൾ സർഫാക്കി നോക്കണം. دفع يدفع دفعا فهو دافع ودفع يدفع دفعا فهو مدفوع الأمر منه ادفع والنهي لا تدفع. അതിന്റെ اسم فاعل دافع. ഇനി പറയും സംശയമുള്ള ചോദിക്കും. എന്താ പറഞ്ഞ അക്കിംബായ്? എന്താ പറഞ്ഞേ? അതായത് ഇപ്പൊ നമ്മളിപ്പോ മൂന്നക്ഷരമുള്ള ഫീലുകളുടെ അംബ്ര എങ്ങനെ ഉണ്ടാക്കുക, നഹി എങ്ങനെ ഉണ്ടാക്കുക, ഇതൊക്കെ നമ്മൾ മീസാനിൽ പഠിച്ച ഏരിയയാണ്. അതിപ്പോ നമ്മളൊരു വ്യത്യസ്ത രൂപം വന്നിട്ടുണ്ട്. മീസാനിൽ ഇപ്പോൾ ഒറ്റ ഓർഡറേ വന്നിട്ടുള്ളൂ, ഫാല എഫ് അലൂന്നേ വന്നിട്ടുള്ളൂ. അതിങ്ങനെ കുറേ പോയിന്നേ ഉള്ളൂ. പക്ഷെ ഇവിടെ നമ്മൾ 5 ഐറ്റായിട്ടും എന്ത് പറഞ്ഞു? മുലാരി സുലാസി തന്നെ, സുലാസി മുജറദിൽ തന്നെ 5 ഐറ്റം. ഇനി നിങ്ങൾ ഒറ്റ മിനിറ്റ് ഇതൊന്ന് നോക്കിക്കേ. സുലാസി മസീദ് ആണ് നിങ്ങൾ 14 എണ്ണം വരിക. സുലാസി മസീദ് അടുത്തേ പറയും, ഒന്നും പറയില്ല, ഞങ്ങളോട് പറയണം. സുലാസി മസീദ് അസ്ലിയായ 3 അക്ഷരം ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ 1 കൂടും, ചിലപ്പോൾ 2 കൂടും, ചിലപ്പോൾ 3 അക്ഷരം കൂടും. ഇങ്ങനത്തെ മൊത്തം എത്ര വരുന്ന പറയും? 14 വരും. ഇത് സർഫാക്കി പഠിക്കണേ. ഈ പറഞ്ഞത് എളുപ്പമാണ്. ഒന്ന് ഫാലയ. ഇനി ഏതൊരു ഫീല്, ഏതൊരു സുലാസി ഫീല് കണ്ടാലും, ഏതൊരു സുലാസിയായ ഫീൽ നമ്മൾ കണ്ടു കഴിഞ്ഞാലും അതിൻ്റെ അംബ്ര എങ്ങനെ വരിക, അതിൻ്റെ നെഹി എങ്ങനെ വരിക, ഇതൊക്കെ നമുക്കൊരു ഒരു ഐഡിയ, ചെറിയൊരു ഐഡിയ വേണം. ചിലപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ മുലാരി എങ്ങനെയെന്ന് മനസ്സിലാവാതിരിക്കുമ്പോൾ ചില കൺഫ്യൂഷനൊക്കെ വരും. എന്നാലും നമുക്ക് മുലാരി ഇന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൻ്റെ അംബ്ര ഉണ്ടാക്കാനും നെഹി ഉണ്ടാക്കാനും ഒക്കെ, നെഹി വായുവും അംബ്ര വായുവും അംബ്ര ഹാദറൊക്കെ ഉണ്ടാക്കാൻ നമുക്ക് എളുപ്പം മനസ്സിലാക്കാം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ?
ആ അലിഫ് കൊടുത്താൽ മതി. സുക്കൂനാണെങ്കിൽ, സുക്കൂൻ ഇല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി, നേരെ അങ്ങനെ തന്നെ. ആ മുതാറത്തിലെ അക്ഷരത്തെ അംസ കൊടുക്കുക. ആ അലിഫ് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യണം, ഐൻഫീലിലേക്ക് കെസറാണെങ്കിൽ ഇതിനും കെസർ കൊടുക്കുക, ഐൻഫീലിലേക്ക് ഫത്ഹാണെങ്കിൽ ഇതിനും എന്ത് കൊടുക്കുക, കെസർ കൊടുക്കുക. ഐൻഫീലിലേക്ക് ഫത്ഹും കെസറും ആണെങ്കിൽ കെസർ കൊടുക്കുക. ആ ലമ്മ ആണെങ്കിൽ ലമ്മ കൊടുക്കുക. അതാണ് യൻസുറു ഉൻസുർ, യക്തുബു ഉക്തുബ്, യദ്ഖുലു ഉദ്ഖുൽ. മറ്റോടത്ത് യസ്മഉ ഇസ്മഉ, യദ്രിബു ഇദ്രിബ്, യഖ്തഉ ഇഖ്തഉ. പിന്നെ അമ്രുവായിബ് ഉണ്ടാക്കണമെങ്കിൽ ഒരു പണിയില്ല. അമ്രുവായിബും ഈ അമ്ര ഹാദർ ഉണ്ടാക്കാനാണ് കുറച്ച് ബുദ്ധിമുട്ട്. അമ്രുവായിബ് ഉണ്ടാക്കാൻ അതിന്റെ മുലാരി തന്നെ, മുലാരിന്റെ മുമ്പ് തുടക്കത്തിൽ യാവ് എടുത്താൽ മതി. യൻസുറു, അതിന്റെ അമ്രുവായിബ് എങ്ങനെ വരിക, ലീന്ന് കൊടുക്കുക മുമ്പിൽ, അവസാനത്തിന് സുക്കൂൻ ചെയ്യുക, ലി യൻസുർ. യക്തുബു ലി യക്തുബ്, യദ്രിബു ലി യദ്രിബ്. ഇത് അമ്രിന്റെ ലാമാണ്, ലാമ് കസറ. അത് ശരി തന്നെയാണ്. പക്ഷെ അത് എന്തിന്റെ ലാമാണത്? അത് മുലാരി ഇസ്മിനിക്ക് ജെറ് ചെയ്യുന്ന ലാമിന്റെ അർത്ഥമാണ് വേണ്ടിയത്. ഇത് മുലാരിയായ ഫീലാണ്. മുലാരിയായ ഫീലിക്ക് അമ്ര ചെയ്യുമ്പോൾ വരുന്ന ലാമാണ്. അമ്രിന്റെ ലാമ് എന്ന് അതിന്റെ പേരെന്നെ, അമ്രിന്റെ ലാം. മറ്റേത് ജെറിന്റെ ലാമാണ്, ജെറിന്റെ ലാമാണ്. നാളെ ഈ ഭാഗം ഒന്നുകൂടി നമുക്കൊന്ന് പറയാം. ഇതൊന്ന് നോക്കണേ, ഈ ഭാഗം ഒന്ന് ക്ലിയർ ചെയ്യണേ. സുലാസി മുജറദ് ക്ലിയർ ആയിട്ട് പോകണം. നാളെ നമുക്ക് ഇതൊന്നുകൂടി ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് മസീദ് ഫിഹിയിലേക്ക് കടക്കാം. ഓക്കെ, ഇതിന്റെ പേജ് 112, 112. അതെ, എന്നാ സമയമായി അല്ലേ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. واغفر لنا وارحمنا ولوالدينا ولأساتذتنا ولجميع المؤمنين وارحمنا وإياهم بأنواع رحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد صلى الله عليه وسلم وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون، سلام على المرسلين والحمد لله رب العالمين. എല്ലാവരോടും അസ്സലാമു അലൈക്കും.